പ്രൈസ് ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ രക്തത്താഴ്ച. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കർത്താവേ, അങ്ങേക്ക് സ്തോത്രമപ്പ, 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 സ്തോത്രമപ്പ. യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ചയും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലുള്ള എല്ലാ അഡ്മിന്മാർക്കും, അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, ദൈവദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവരായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതോടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചു പോയി. ദൈവമക്കളെ, ഹല്ലേലൂയ. ആകയാൽ നമുക്ക് ഇപ്രകാരം ഒരു നല്ല സന്ദർഭം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കി തന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നാം ആണ്ടവരും രക്ഷകരുമാകിയ இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். அவருடைய வருகைக்காக நாம் ஒவ்வொரு நிமிடமும் ஆயத்தமாய் இருக்க வேண்டியது மிக மிக அவசியமாக இருக்கிறது. ஏனென்றால் கர்த்தருடைய வருகை வந்துவிடும். ஆம், கர்த்தருடைய பிள்ளைங்களே, ஹல்லேலூயா. எப்படியாகிலும் வாழ்ந்து கொண்டால் அவருடைய எக்கால சத்தம் கேட்க முடியாது என்பதை இந்த நாளில் நான் உங்களுக்கு அறிவிக்கிறேன். ஆம், கர்த்தருடைய பிள்ளைங்களே, பிரைஸ் தி லார்ட். பரிசுத்தத்தோடு, உண்மையோடு, உத்தமத்தோடு நாம் தேவனை தொழுது கொண்டால் நிச்சயமாகவே அவருடைய வருகையின் போது அவருடைய எக்கால சத்தம் நமக்கு கேட்க முடியும், அவரோடு கூட எடுத்துக்கொள்ளப்பட முடியும் என்பதை இந்த நாளில் நான் உங்களுக்கு அறிவிக்கிறேன். இல்லை என்று சொன்னால் நிச்சயமாகவே கைவிடப்பட்டு போயிடும், தள்ளப்பட்டு போயிடும் என்பதை இந்த நாளில் நான் உங்களுக்கு அறிவிக்கிறேன். ஹல்லேலூயா. கர்த்தருடைய பிள்ளைங்களே, முன்பே தேவனுடைய ராஜ்யத்தையும் நீதியும் தேடுங்கள், அதோடு உங்களுக்கு எல்லாவற்றையும் கூடவே கொடுக்கப்படும் என்று சொன்னவர் அவர். ஹல்லேலூயா. பிரைஸ் தி லார்ட். அவர் சொன்னதுதான். ஹல்லேலூயா. ஆம், கர்த்தருடைய பிள்ளைங்களே, இயேசு கிறிஸ்துவானவர் நேற்றும் இன்றும் என்றும் மாறாத தேவனாக இருக்கிறார். பிரைஸ் தி லார்ட். ஹல்லேலூயா. ஆம், கர்த்தருடைய பிள்ளைங்களே, ஒன்று சேர்ந்து தேவனை மகிமைப்படுத்துவோமா? அவருடைய வருகை குறித்த உண்டானதானா ஹல்லேலூயா அறிகுறிகள் அல்லது லட்சணங்கள் நாம் இந்த பூமியில் பார்த்து கொண்டிருக்கிறோம். ஆம், கர்த்தருடைய பிள்ளைங்களே, வேதத்தில் என்ன சொல்லி இருக்கிறதோ அதை நடைபெற்று கொண்டிருக்கிறது. நாம் அனுதினம் கர்த்தருடைய சமூகத்தில் நம்மையே நாம் அர்ப்பணித்து தாழ்த்தி, ஹல்லேலூயா, அவருடைய சமூகத்தில் நாம் ஜெபிக்கலாமா? ஆம், பிரைஸ் தி லார்ட். ஹல்லேலூயா. பாருங்கள், 2-3 பேர் எங்கிருந்தாலும் அவர் மத்தியில் நான் வாசம் பண்ணுவேன் என்று சொன்னவர் அவர் சொன்னால், பிரைஸ் தி லார்ட். ஆம், கர்த்தருடைய பிள்ளைங்களே, நமக்கு இரட்டிப்பான ஆசீர்வாதங்களை வந்துவிடும். ஹல்லேலூயா. ஆனபடினாலே விசுவாசத்தோடு கர்த்தருடைய சமூகத்தில் வருவோம். கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. பிரைஸ் தி லார்ட். കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ രാജാതി രാജാവായിരിക്കുന്ന മശിഹ തമ്പുരാൻ ശീഘ്രമായി വരും തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും കർത്താവിന്റെ വരവിനായി കാത്തിരുന്ന, എപ്പോൾ കർത്താവിന്റെ കാഹളത്തിന്റെ ധ്വനി കേൾക്കും എന്നത്, ഹല്ലേലൂയ, എന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കാത് കൊടുത്ത് ദൈവമക്കളെ, നാം വളരെ ഉണർവോടുകൂടെ നാം ജീവിച്ചെങ്കിൽ മാത്രമേ അരുമനാഥന്റെ വരവിങ്കൽ നാം എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ. ഇല്ല എങ്കിൽ നിശ്ചയമാകവേ
കൈവിടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം അല്പനിമിഷങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. വലിയൊരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ വന്നതല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സമയങ്ങളെ വേർതിരിക്കുവാനായിട്ടല്ല. എന്നാൽ അല്പനിമിഷം ആണെങ്കിൽ പോലും കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നാം സംസാരിക്കണം. അത് ആ വരവിനെ കുറിച്ച് നാം നല്ല അറിവുള്ളവരായിരിക്കണം. നമ്മുടെ അരുമനാഥൻ വരുമ്പോൾ നമ്മുടെ അരുമനാഥനോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം എടുത്തുകൊള്ളപ്പെടണം. കർത്താവ് ഇരിക്കുന്ന ഇടത്ത് നമ്മളെയും ഇരുത്തേണ്ടതിനായി കർത്താവ് ഒരു സ്ഥലത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ സ്ഥലത്തിൻ്റെ നിത്യ അവകാശികളായി തീരുവാൻ നിങ്ങളും ഞാനും ഒരുങ്ങണമേ എന്ന് ഞാൻ ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ആഹ്വാനം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയരെ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി. ഒരുങ്ങിക്കൊള്ളുക കാന്തയെ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പനിമിഷം തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങളെ ഞാൻ ഘോഷിക്കുന്നതിന് മുമ്പായി, പ്രൈസ് ദി ലോർഡ്, ഒരു പഴയ ഒരു ഗാനം, പ്രൈസ് ദി ലോർഡ്, ആ പാട്ടിൻ്റെ ചില ലൈനുകൾ പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, ആരാധിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്കും ഇത് പഴയ ഗാനം തന്നെയായിരിക്കും. ഈ പാട്ടിൻ്റെ ലൈനുകൾ നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് എന്നോട് ചേർന്ന് നിങ്ങൾ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുമെങ്കിൽ നിശ്ചയമാകവേ കർത്താവ് നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, സർവശക്തനാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഈ ഗാനത്തെ നമുക്ക് പാടാം. ദൈവം എല്ലാവരെയും ഈ പാട്ടിലൂടെ കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ പ്രധാന ദൂതനാകുന്ന മിഖായേൽ കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. തന്നാൽ മുദ്ര കുത്തപ്പെട്ട ശുദ്ധിമാന്മാരോ, തന്നാൽ മുദ്ര കുത്തപ്പെട്ട ശുദ്ധിമാന്മാരോ തൻ്റെ ശബ്ദം കേൾക്കും നേരം ഹല്ലേലൂയ പാടുമേ. തൻ്റെ ശബ്ദം കേൾക്കും നേരം ഹല്ലേലൂയ പാടുമേ. അപ്പോൾ തൻ്റെ ദൂരത്തായവർക്ക് ഭ്രമമേ. അപ്പോൾ തൻ്റെ ദൂരത്തായവർക്ക് ഭ്രമമേ. ഭൂമി നെടും നീളയോടി ആശ്വാസങ്ങൾ തേടുമേ. ഭൂമി നെടും നീളയോടി ആശ്വാസങ്ങൾ തേടുമേ. ഈ ലോക സ്നേഹിതന്മാർക്ക് ഭീതിയേറുമേ. ഈ ലോക സ്നേഹിതന്മാർക്ക് ഭീതിയേറുമേ. ഈ ലോകം നിന്നെ വെറുക്കും, നീ അന്ധനായി തീരുമേ. ഈ ലോകം നിന്നെ വെറുക്കും, നീ അന്ധനായി തീരുമേ. കുഞ്ഞാട്ടിൻ്റെ കോപദിവസം വരും നേരം, കുഞ്ഞാട്ടിൻ്റെ കോപദിവസം വരും നേരം. ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം. ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം. കുന്നിൻ മാൻ കിടാവു പോലെ തുള്ളിച്ചാടിയുമേ. കുന്നിൻ മാൻ കിടാവു പോലെ തുള്ളിച്ചാടുമേ. പൊന്നേശുരാജൻ വരുമേ, എതിരേൽപ്പാനൊരുങ്ങുവിൻ. പൊന്നേശുരാജൻ വരുമേ, എതിരേൽപ്പാനൊരുങ്ങുവിൻ. മിന്നുന്ന സൗന്ദര്യമുള്ള മുഖം കാൺമാൻ ഞാൻ. മിന്നുന്ന സൗന്ദര്യമുള്ള മുഖം കാൺമാൻ ഞാൻ. മിന്നും മുഖം കാത്തിരുന്നെൻ്റെ കൺകൾ രണ്ടും മങ്ങുന്നേ. മിന്നും മുഖം കാത്തിരുന്നെൻ്റെ കൺകൾ രണ്ടും മങ്ങുന്നേ. എന്നെ സുരാജൻ്റെ വരവു സമീപമാ. എന്നെ സുരാജൻ്റെ വരവു സമീപമാ. പൊന്നേ സുരാജൻ
വരുന്നേ എതിരേൽപ്പാനൊരുങ്ങുവിൻ. പൊന്നേശുരാജൻ വരുമേ എതിരേൽപ്പാനൊരുങ്ങുവിൻ. പൊന്നേശുരാജൻ വരുമേ എതിരേൽപ്പാനൊരുങ്ങുവിൻ. പൊന്നേശുരാജൻ വരുമേ എതിരേൽപ്പാനൊരുങ്ങുവിൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഈ പ്രഭാതത്തിൽ പൊന്നപ്പച്ചന്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ കടന്നു വരട്ടെ അപ്പാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന ഉലക സംഭവങ്ങളൊക്കെയും കർത്താവെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവെ, ജാതി ജാതിയോട് എതിർക്കും, രാഷ്ട്രം രാഷ്ട്രത്തോട് എതിർക്കും, യുദ്ധവും യുദ്ധശ്രുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെയായി ഉണ്ടാകും. ഇതൊക്കെയും വചനത്തിൽ ഉള്ളതത്രേ കർത്താവെ. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനിഷ്ട സംഭവങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, ഓ എൻ്റെ പ്രാണപ്രിയന്റെ വരവ് സമീപമായി എന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവെ, അങ്ങയുടെ വരവിനായി കാത്തിരിക്കുവാൻ അടിയങ്ങളെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കടന്നകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറവുകള്, കുറ്റങ്ങള്, ബലഹീനതകള് അപ്പച്ചൻ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിച്ച് തരികയാണപ്പാ. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന കേൾവിക്കാരായി കർത്താവ് ഒരുക്കണമേ അപ്പാ. ഇന്നത്തെ ഈ വചനം കേൾക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അവരിൽ ഒരു വലിയ മാറ്റം സംഭവിക്കട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ദൈവ പ്രവൃത്തിക്കായി താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അങ്ങ് രക്ഷിക്കുന്ന ദൈവമാകയാൽ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ. പ്രൈസ് ദി ലോർഡ്. അടിയനെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിച്ചാട്ട് മാനിച്ചാട്ട് കർത്താവേ. സകലതും ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നാം അനുദിനം നാം ജീവിക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമുള്ള മകനായി, കർത്താവിന് ഇഷ്ടമുള്ള മകളായി ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ആരാഞ്ഞറിഞ്ഞുകൊണ്ട് ഈ നാളുകളായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ഇന്ന പ്രഭാതത്തിൽ നാം ഒരു സമർപ്പണത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്ത് വരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കടന്നകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറവുകള്, കുറ്റങ്ങള്, ബലഹീനതകള് ദൈവമക്കളെ, ഹല്ലേലൂയ, ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടുകളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദൈവ പൈതലേ, ദൈവത്തിന്റെ വചനം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ നിങ്ങൾക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായില്ലേ? ഹല്ലേലൂയ. കർത്താവ്, ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ ശബ്ദം അല്ലെങ്കിൽ കാഹളത്തിന്റെ ധ്വനി ഇന്ന് നിങ്ങൾ കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ദൈവമക്കളെ, ഇന്ന് എങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ അരുമനാഥന്റെ വരവിനോട്, കർത്താവിന്റെ വരവിങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും ഒന്ന് സമർപ്പിച്ച് കൊടുക്കാം. കർത്താവേ, എന്നോടങ്ങ് സംസാരിക്കണമേ, എൻ്റെ പാപങ്ങളെ അപ്പച്ചൻ എന്നോട് ക്ഷമിക്കണമേ എന്ന ഓരോരുത്തരായി ഹല്ലേലൂയ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവ പൈതലെ നമ്മളെ ഒന്ന് സമർപ്പിച്ച് കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. കാന്തയായിരിക്കുന്ന നാം ഒരുങ്ങി വിശുദ്ധിയോടെ വേർപാടോടുകൂടി ജീവിക്കണം പ്രിയരെ. ഇല്ലെങ്കിൽ നിശ്ചയമായും കൈവിടപ്പെട്ടു പോകും. കർത്താവിന്റെ നാൾ വന്നിരും. ആ ദിവസത്തെ ആർക്കും ഒരു ശക്തിക്കും തടുത്തു നിർത്തുവാൻ കഴിയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ അന്തസ്തോ അഭിമാനമോ സ്വത്തോ സുഖങ്ങളോ നമ്മുടെ ഡിഗ്രീസോ നമ്മളുടെ യാതൊരുവിധ റെക്കമെൻഡേഷനോ കർത്താവിന്റെ വരവെങ്കിൽ പ്രൈസ് ദി ലോർഡ് ദൈവ പൈതലെ ഒരു കാര്യവും അവിടെ ചെയ്യാൻ കഴിയുകയില്ല എന്നത് ഞാൻ ഈ സമയം വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചുകൊണ്ട് ഈ നാളുകളായി ജീവിക്കുമ്പോൾ ദൈവ പൈതലെ നമുക്ക് നിശ്ചയമായും കർത്താവിന്റെ കാഹളത്തിങ്കൽ എടുത്തുകൊള്ളപ്പെടുവാൻ കഴിയും. നമുക്കറിയാം, ഈ ലോകത്തിലേക്ക് ഒരു ചെറിയ ഒരു കൊറോണ വൈറസ്, ചെറിയൊരു വൈറസ് വന്നപ്പോൾ ഹല്ലേലൂയ ലോകത്തെ ഹല്ലേലൂയ വിറപ്പിച്ചില്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ലക്ഷോപലക്ഷം
ജനങ്ങൾ ഇന്നും പ്രൈസ് ദി ലോർഡ് ഇന്ന് എത്രയോ പേർ ഇന്നൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയില്ലേ? അനേക കോടീശ്വരന്മാരായിട്ടുള്ളവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയില്ലേ? എന്തെങ്കിലും കൊണ്ടുപോകുവാൻ കഴിഞ്ഞുവോ? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ സ്വത്തോ സുഖങ്ങളൊന്നും തന്നെ നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുകയില്ല എന്നത് ഈ സമയം ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇന്നേക്ക് അനേക ആയിരങ്ങൾ പിന്നെയും ഐസൊലേഷൻ വാർഡിലും മറ്റുമായി കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അത് മാത്രമല്ല അനേകർ പിന്നെയും വീടുകളിലും മറ്റുമായി ക്വാറന്റൈനിലായിരിക്കുന്ന എത്രയോ പേര് നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നെയും കൊറോണ വ്യാപിച്ചു കൊണ്ടിരിക്കുക അല്ലേ? അതിന്റെ താക്കം അല്ലത് അതിന്റെ ആ വേഗം പ്രൈസ് ദി ലോർഡ് എത്ര ഭയങ്കരമായിട്ട് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്തെ വിട്ടത് പോകുന്നില്ല. ദൈവമക്കളെ, നിങ്ങൾക്കും എനിക്കും ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദേശത്തിനായി, ദേശനിവാസികൾക്കായി, രാഷ്ട്രത്തിനായി, ജനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. ദൈവമക്കളെ, ദൈവത്തിന്റെ ആ ഉഗ്രകോപം ദൈവം ഹല്ലേലൂയ നമുക്കറിയാം. വേദം നാം പഠിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഇസ്രായേൽ മക്കൾ അന്യ ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവത്തിന്റെ ഉഗ്രകോപം അവരിലേക്ക് കടന്നു വന്നില്ലേ? ദൈവമക്കളെ, മിദ്യാന്യപ്പടയില് ഹല്ലേലൂയ ആ ശത്രുക്കളുടെ മുമ്പിൽ അവർ തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അവർ കണ്ണുനീരോടുകൂടി യഹോവയായ ദൈവത്തിങ്കിലേക്ക് അവർ നിലവിളിച്ചോ, ദൈവത്തെ നോക്കി ദൈവത്തോട് അവർ നിലവിളിച്ചോ. ദൈവം അവർക്ക് വരുവാനിൽ വരുന്ന ആ പ്രയാസങ്ങളിൽ നിന്ന് ദൈവം അവരെ വിട്ടുവീഴ്ചയില്ലേ? പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, നാം ഇന്ന് ഹല്ലേലൂയ ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരായി മാറണം, പ്രത്യാശയുള്ളവരായി മാറണം, അനേകർക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലായി മാറണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്കും ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നു? ദേശത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവ പൈതലെ, നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ഹൃദയ നുറുക്കത്തോടെ, വേദനയോടെ, കണ്ണീരോടെ, കരച്ചിലോടെ, ഉപവാസത്തോടെ, ഹൃദയ നുറുക്കത്തോടെ കടന്നു വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാവുകയുള്ളൂ. നിശ്ചയമായും നാം ഒന്ന് പ്രാർത്ഥിച്ച് നാം തിരിച്ചു വന്ന, അല്ലെങ്കിൽ നാം സോർന്നു പോകുന്ന, അല്ലെങ്കിൽ തകർന്നു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുവാനല്ല നാം ദൈവത്തിന്റെ ആ വാക്കുകൾ, അല്ലെങ്കിൽ കർത്താവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി, കർത്താവിന്റെ മറുപടിക്ക് വേണ്ടി നാം കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംഭവ ബഹുലമായ ഒരു ലോകത്തിലാണ് പ്രിയരെ നിങ്ങളും ഞാനും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അനിഷ്ട സംഭവങ്ങളൊക്കെയും നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നത്, കർത്താവിന്റെ വചനത്തിൽ പറയുന്നതായ കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അധൈര്യപ്പെടുവാനല്ല, പക്ഷേ ആ നാളുകൾ വളരെ നെരുങ്ങിയിരിക്കുന്നു. കർത്താവിന്റെ ദിവസം, കർത്താവിന്റെ ആ നാൾ വളരെ സമീപമായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കുവാൻ കഴിയും? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന, നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, അവിടെ തന്നെ ആൻസർ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആകയാൽ കർത്താവിന്റെ നാളിനായി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ബൈബിൾ മലാക്കി പ്രവചനം 3:2 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് അഥവാ രണ്ടാം വരവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വരവിനെ ആർക്ക് സഹിക്കാം? ആ ദിവസത്തെ ആർക്കെങ്കിലും ഒന്ന് മാറ്റിവെക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ കർത്താവേ, അല്പനാൾ കൂടെ നിങ്ങൾക്ക് സമയം വേണം, അത് കഴിഞ്ഞ് കർത്താവ് വന്നാൽ മതിയെന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? ജീവിക്കുന്ന ദൈവ പൈതലേ, നാം ഓരോരുത്തരും പ്രൈസ് ദി ലോർഡ് ആ വരവിനായി കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. 1 തെസ്സലോനി 4:16-18 വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ദൈവമക്കളെ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് ഇങ്ങനെ ഇതാണ് പ്രത്യാശ. കർത്താവിന്റെ കാഹളത്തിന്റെ ആ നാദം, പ്രൈസ് ദി ലോർഡ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ മരിച്ചവർ
മുമ്പ് എഴുന്നേൽക്കും. കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ധ്വനി ആദ്യം കേൾക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടുമെന്നാണ് വചനത്തിൽ നാം വായിക്കുന്നത്. ജീവിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യേശു ക്രിസ്തു തന്റെ മണവാട്ടിയാകുന്ന സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരികയും കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം, പ്രൈസ് ദി ലോർഡ്, മണവാളനെ വരവേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൈവമക്കളെ, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും മണവാളന്റെ വരവിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇന്നേക്ക് അനേകർക്കും ഈ കാര്യങ്ങളെ കുറിച്ച് പറയുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അനേകരും പറയുക പോലുമില്ല. സഭകളിൽ പോലും കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പറയാറില്ല. സഭകളിൽ പോലും കർത്താവിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നത് വളരെ അപൂർവമാണ്. ദൈവമക്കളെ, കർത്താവ് വരാറായില്ലേ? പ്രസംഗങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുത്തണ്ടേ, ഒരു ചേഞ്ച് വരുത്തണ്ടേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൈവിടപ്പെട്ടു പോകരുതേ എന്ന് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ പറ്റി, പ്രൈസ് ദി ലോർഡ്, നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ കർത്താവ് അവിടെ എന്താണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ കർത്താവ് അവിടെ എന്താണ് ചെയ്യുന്നത്? നമുക്കവിടേക്ക് പ്രവേശിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതിയോ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ജീവിക്കുന്ന പോലൊക്കെ ജീവിച്ചു പോയാൽ ഹല്ലേലൂയ വലിയ കഷ്ടമൊന്നും വരത്തില്ല. പക്ഷേ കർത്താവിനോട് എടുത്തുകൊള്ളപ്പെടുകയില്ല. ഹല്ലേലൂയ. കർത്താവിനോട് കൂടി എടുത്തുകൊള്ളപ്പെടുകയില്ല. കർത്താവിന്റെ നാള് വന്നു പോകും. വിശുദ്ധന്മാർ കർത്താവിനോട് കൂടി എടുത്തുകൊള്ളപ്പെടും. മറ്റുള്ളവർ ഈ ഭൂമിയിൽ അവിടെ തന്നെ കാണും. അവരിതൊന്നും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. അനേക സഭകളിൽ ഇന്നൊക്കെ ഇതുപോലുള്ള കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് അഥവാ മടങ്ങി വരവിനെ കുറിച്ച് പ്രസംഗിക്കാറേ ഇല്ല. എനിക്കറിയാവുന്ന ഒരു സഭയുണ്ട്. 3.5-4 വർഷമായി ഞാൻ ആ സഭയുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു സഭയാണ്. പക്ഷെ എന്നും ആ സഭയിൽ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ അതായത് അനുഗ്രഹങ്ങളെ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം എവിടെയൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. ദൈവദാസന്മാരെ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഹല്ലേലൂയ അനേകർക്ക് സത്യസുവിശേഷം അറിയിക്കുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരട്ടെ. അതിനായി ഹല്ലേലൂയ നാം ഒരു സമർപ്പണത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് നടന്നു വരാം. കർത്താവിന്റെ വചനം പറയുന്നത് ലോകാവസാനത്തോളം എന്റെ സാക്ഷികളാകണമെന്ന. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് കടന്നു പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവ പൈതലെ, മണവാളൻ തന്റെ സഭയാകുന്ന മണവാട്ടിയെ ചേർത്തുകൊണ്ടിരുന്നതിന് ശേഷമുള്ള 7 വർഷം മഹോദ്രവകാലം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ സന്ദർഭത്തിൽ അന്തിക്രിസ്തു തന്റെ വാഴ്ചയുടെ അധികാരത്തിന് ആരംഭം കുറിക്കുകയും ആദ്യത്തെ 3.5 വർഷം സമാധാനപരമായ ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ ഭരണത്തിൽ മതിമറന്ന ജനങ്ങൾ ഹല്ലേലൂയ അന്തിക്രിസ്തു തന്നെ മശിഹ എന്ന് വിശ്വസിക്കാൻ തുടങ്ങും. പ്രിയരെ, ഹല്ലേലൂയ. ജനങ്ങൾ അവിടെ അവർ ഏമാന്നു പോകും, അല്ലെങ്കിൽ കബളിക്കപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. അന്തിക്രിസ്തു അത്രമാത്രം നല്ലൊരു ഭരണം കാഴ്ചവെക്കും. അപ്പോൾ ജനങ്ങൾ വിചാരിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഓ, ഇത് തന്നെ മശിഹ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലെ, ജനങ്ങൾ വിശ്വസിക്കുന്ന അങ്ങനെയാണ്, ഇതാണ് മശിഹ എന്ന്. എന്നാൽ ഹല്ലേലൂയ ദൈവമക്കളെ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയാമോ? ഹല്ലേലൂയ 3.5 വർഷത്തിന് ശേഷം അന്തിക്രിസ്തു തന്റെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്തും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കളെ, എത്ര പേർക്കത് മനസ്സിലാകുന്ന ദൈവമക്കൾക്ക് ഒരു ആമേൻ പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. അന്തിക്രിസ്തു തന്റെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്തും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഘോരവും അതിഭയങ്കരമായ ഒരു ദുർഭരണം അവൻ കാഴ്ചവെക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഈ സമയം ക്രിസ്തു സഭ മധ്യാകാശത്തിൽ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു സഭ മധ്യാകാശത്തിൽ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കും. ജീവിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു കഷ്ടം വരാതിരിക്കാൻ വേണ്ടിയാ എല്ലാവരും കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുവാനായിട്ട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ വരവിങ്കിൽ നിന്ന് ആരും തള്ളപ്പെട്ടു പോകരുതേ, ആരും കൈവിടപ്പെട്ടു പോകരുതേ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്തിക്രിസ്തു എത്രമാത്രം അവന്റെ തന്ത്രങ്ങളൊക്കെ അവൻ പ്രയോഗിക്കും ജനങ്ങളിൽ നിന്ന്, അതായത് ജനങ്ങളെ ഒന്ന് മാറ്റിമറിക്കുവാൻ. പക്ഷേ ഈ കാലത്ത് ജനങ്ങൾ മാറിപ്പോകും. നമുക്കറിയാം എത്രയോ ഗവൺമെന്റുകൾ വരുന്നു. എന്നൊക്കെ ആർക്കെങ്കിലും ഏതെങ്കിലും ജനങ്ങൾക്ക് ഹല്ലേലൂയ എന്തെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് കേട്ടാൽ ജനങ്ങൾ ഓടിപ്പോകാറില്ലേ? അത് കൈപ്പറ്റുന്നവരെ ജനങ്ങൾക്ക് ഒരു സമാധാനം കാണത്തില്ലല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കൾ അങ്ങനെയായി ഇന്നത്തെ ജനങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, അത് ഇവിടെ ഞാൻ പറയുന്നത് അന്തിക്രിസ്തു തന്റെ വാഴ്ചയുടെ അധികാരത്തിന് മാറ്റം വരുത്തും. പ്രൈസ് ദി ലോർഡ്. അവൻ അതികഠിനമായ ഒരു ഭരണകൂടം കാഴ്ചവെക്കും ദൈവമക്കളെ. അപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയ ഒരു 2 ലൈൻ്റെ ഒരു ലൈൻ ഞാൻ മുമ്പ് പാടിയിട്ടുണ്ടെങ്കിലും പ്രസംഗത്തിനോട് ചേർന്ന് വരുമ്പോൾ, ഈ വിഷയത്തോട് ചേർന്ന് വരുമ്പോൾ ഞാൻ ഒരു ലൈൻ പാടിക്കോട്ടെ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശുദ്ധിമാന്മാരെല്ലാം വാനത്തിൽ പറന്നേറും, ശുദ്ധിമാന്മാരെല്ലാം വാനത്തിൽ പറന്നേറും, ആടിപ്പാടി സന്തോഷത്താൽ പറന്നേറുമേ. മധ്യകാശെ 7 കൊല്ലം തൻ സഭയ്ക്ക് വാസമുണ്ട്, മധ്യകാശെ 7 കൊല്ലം തൻ സഭയ്ക്ക് വാസമുണ്ട്, അവിടെ വെച്ച് മംഗല്യം നടത്തുമല്ലോ, അവിടെ വെച്ച് മംഗല്യം നടത്തുമല്ലോ. മരുഭൂമിയിൽ പ്രിയന്റെ മേൽച്ചാരും നീ വളരൂ, മരുഭൂമിയിൽ പ്രിയന്റെ മേൽച്ചാരും നീ വളരൂ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വിശുദ്ധിയായിരിക്കുന്ന കാന്തയായിരിക്കുന്ന നാം പിന്നെ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തി കാണും. ഹല്ലേലൂയ. ദൈവമക്കളെ, വളരെ വിശുദ്ധിയോടും വേർപാടോടുകൂടി നാം ജീവിക്കണം. അവനവളെ വചനത്തോട് കൂടെ സ്നാനത്താൻ, അവനവളെ വചനത്തോട് കൂടെ സ്നാനത്താൻ, കറചുളുക്കം വാട്ടം മാലിന്യം ഒന്നുമില്ലായേ, തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തുവാ. മരുഭൂമിയിൽ പ്രിയന്റെ മേൽച്ചാരും നീ വളരൂ, മരുഭൂമിയിൽ പ്രിയന്റെ മേൽച്ചാരും നീ വളരൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, 7 വർഷങ്ങൾക്ക് ശേഷം യേശു കർത്താവ് തൻ്റെ സഭയോടൊപ്പം ഭൂമിയിൽ പ്രത്യക്ഷനാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ചേർന്ന് ഒരു ആമേൻ പറയാം. പ്രൈസ് ദി ലോർഡ്. 7 വർഷത്തിന് ശേഷം കർത്താവ് തൻ്റെ സഭയോട് ചേർന്ന് ഹല്ലേലൂയ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നവരും. ദൈവമക്കളെ, സക്കറിയ പ്രവചനം 14:4 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ വായിക്കാൻ വേണ്ടിയല്ല എങ്കിലും പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ വരവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സക്കറിയ പ്രവചനം 14:4 വാക്യം വായിക്കുമ്പോൾ, അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവാകും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ, കർത്താവിൻ്റെ പാദം യെരുശലേമിൽ വയ്ക്കുമ്പോൾ, ഹല്ലേലൂയ, യെരുശലേമിലെ ആസൽ വരെ ഒരു താഴ്വര ഉളവാകുമെന്ന് വചനം പറയുന്നു. നോക്കണമേ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 32:1 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം
നടത്തുമെന്ന് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്നു. വചനം പറയുന്നത് കള്ളൻ വരുന്നത് പോലെ കർത്താവിന്റെ നാൾ വരുമെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം കള്ളൻ വരുന്നത് എങ്ങനെയാണെന്ന്. എല്ലാ മനുഷ്യരും, സകല മനുഷ്യരും ഉറങ്ങിയെന്ന ഒരു വ്യക്തി കൂടെ ഇല്ല, എല്ലാവരും ഉറക്കത്തിലാണെന്ന് അവൻ വ്യക്തമായും അവൻ ഉറപ്പ് വരുത്തിയതിന് ശേഷമേ കള്ളൻ വരികയുള്ളൂ. ദൈവമക്കളെ, കള്ളൻ വരുന്നത് സാധാരണ 5ന്റെയും 10ന്റെയും പൊരുളെടുക്കുവാനല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഭവനത്തിലുള്ള അല്ലെങ്കിൽ അവന്റെ കണ്ണിൽ പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വിലമതിപ്പുള്ള പൊരുൾ മാത്രമേ കള്ളൻ കൊണ്ടുപോവുകയുള്ളൂ. ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതേപോലെ കർത്താവിന്റെ നാൾ വരുന്നത് ആരോടും പറഞ്ഞിട്ടല്ല, നാം അത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, കർത്താവ് വരുന്നത്, കർത്താവിന്റെ കാഹളത്തിന്റെ ധ്വനി കേൾക്കുന്നത് തന്റെ വിശുദ്ധന്മാർക്ക് കേൾക്കും, അല്ലാത്തവർക്ക് ശബ്ദം കേൾക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 പേര് കിടന്നുറങ്ങും, ഒരുവന് കേൾക്കും, ഒരുവന് കേൾക്കത്തില്ല. ദൈവമക്കളെ, 2 പേർ യാത്രയിലായിരിക്കും. നമുക്കറിയാം, എയറോപ്ലെയിൻ ഓടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ യാത്രയിലുള്ളവരൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, എത്ര പേർക്ക് കാഹളത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ ആ ധ്വനി കേൾക്കുവാൻ കഴിയും? 2 പേർ തിരുവല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾക്ക് ശബ്ദം കേൾക്കും, ഒരാൾക്ക് കേൾക്കുകയില്ല. ഹല്ലേലൂയ. ഇതൊന്നും വെറും കഥയല്ല ദൈവമക്കളെ. ഈ പറയുന്ന കാര്യങ്ങൾ കെട്ടുകഥയല്ല, നമുക്ക് പറഞ്ഞു ഒപ്പിക്കുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന്റെ വചനം വളരെ സവിസ്തരമായി പ്രസ്താവിക്കുന്നു. എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, നമുക്കറിയാം അബ്രഹാമിന്റെ അതായത് ധനവാന്റെയും ലാസറിന്റെ ചരിത്രം നാം പഠിച്ചിട്ടുണ്ട്. ജീവിക്കുന്ന ദൈവമക്കളെ, ലാസർ മരിച്ചു. അതായത് ലാസർ ധനവാന്റെ മേശയെങ്കിൽ നിന്ന് വീഴുന്ന ആ ഭക്ഷണങ്ങളൊക്കെ താഴെ കിടക്കുന്നൊക്കെ പെറുക്കി തിന്നുകൊണ്ട് അല്ലെങ്കിൽ ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ചവനാ ലാസർ. ജീവിതത്തിൽ ഒരു സുഖമോ സന്തോഷമോ അവർക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ അവൻ മരിച്ചപ്പോൾ അവൻ നേരെ എങ്ങോട്ടാ പോയെന്നറിയാമോ? അബ്രഹാം പിതാവിന്റെ മടിയിലേക്കാ പോയത്. ഓ ഗ്ലോറി ടു ഗോഡ് ജീസസ്, പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, എന്നാൽ ഹല്ലേലൂയ, ഇവിടെ ലോകത്തിൽ ധനവാൻ ജീവിച്ചോ സുഖലോലുപനായി, എല്ലാ സുഖത്തോടെ വളരെ സന്തോഷത്തോടു കൂടി ഈ ധനവാൻ ജീവിച്ചു. പക്ഷേ താൻ മരിച്ചപ്പോൾ ദൈവമക്കളെ, താൻ എങ്ങോട്ടാ പോയെന്നറിയാമോ? പാതാളത്തിലേക്കാണ് പോയത്. ഈ ലോകത്തിലെ യാതൊന്നും നമ്മെ നിത്യതയിലെത്തിക്കയില്ല സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ധനവാന്റെ ആത്മാവ് കടന്നു പോയത് പാതാളത്തിലേക്കാണ്. അവൻ പാതാളത്തിൽ കിടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഓ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ താൻ കാണുകയാണ്. ജീവിക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ധനവാന്റെ മനസ്സ്, ധനവാൻ ഇപ്പോൾ ഹല്ലേലൂയ ആയിരിക്കുന്ന ഹല്ലേലൂയ ധനവാന്റെ ആ ചിന്ത, അത് എത്രമാത്രം വേദന നിറഞ്ഞതായിരിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ചിന്തിക്കാനുള്ളതല്ലേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ കിടന്നുകൊണ്ട് പാതാളത്തിൽ കിടന്നുകൊണ്ട് ധനവാൻ ഇപ്പോൾ അബ്രഹാം പിതാവിനെ വിളിച്ചിട്ട് പറയുകയാണ്, അബ്രഹാം പിതാവേ, അങ്ങയുടെ മടിയിലിരിക്കുന്ന ആ ലാസറിനെ ഇങ്ങോട്ടേക്കൊന്ന് അയക്കണേ. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ആ ലാസറിന്റെ വിരലിന്റെ അഗ്രത്ത് തൊട്ടെങ്കിലും ഒരല്പം വെള്ളം എൻ്റെ നാവിലൊന്ന് തൊടാൻ വേണ്ടിയാ. ഒക്കത്തില്ല. ഹല്ലേലൂയ. ലാസറിനും ധനവാനും രണ്ടും 2 ലെവലിലാണ് പോയത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കും അബ്രഹാം പറയുന്നു, നീ ആയിരിക്കുന്ന സ്ഥലത്തിലും ലാസറായിരിക്കുന്ന സ്ഥലത്തിലും തമ്മിലൊരു പിളർപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, ഈ ലോകത്തിലെ ഇപ്പോൾ നിങ്ങൾക്കിത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. ഇത്രമാത്രം വലിയ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കിയാൽ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ നഷ്ടമാക്കിയാൽ നിങ്ങളുടെ നിത്യത, നിങ്ങളുടെ ആത്മാവ് എവിടേക്ക് പോകും? ഇന്ന് ഈ സമയം അല്പം ഒന്ന് ചിന്തിച്ചു നോക്കുക ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെയും ധനവാൻ മറ്റൊരു ആവശ്യം കൂടെ പറയുകയാണ്. അബ്രഹാം പിതാവേ, ശരി, ഞാനിവിടെ വന്നു, എൻ്റെ 5 സഹോദരന്മാർ അവിടെ കിടപ്പുണ്ട്, ലാസറിനെ അവിടേക്കും നയിക്കാമോ? താൻ ലാസർ തന്നെ പോയി പറയുകയാണെങ്കിൽ നിശ്ചയമായും അവർ അത് അംഗീകരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, താൻ അവിടെ കിടന്നു പറയുക, ഞാനോ അധമ പാതാളത്തിലെത്തി, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ സഹോദരങ്ങൾ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന്. എന്നാൽ അബ്രഹാം പറയുന്ന അവിടെ ദൈവദാസന്മാരുണ്ട്, വചനം ശുശ്രൂഷിക്കുന്നവർ അവരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടേക്കും ലാസറിനെ അയക്കുവാൻ കഴിയുകയില്ല എന്ന്. ജീവിക്കുന്ന ദൈവമക്കളെ,
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, സഹോദരി, ഈ ലോകത്തിലെ ജഡിക സുഖങ്ങൾ നിങ്ങളെ നിത്യതയിൽ എത്തിക്കുകയില്ല. അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി നിന്റെ നിത്യതയെ നീ നഷ്ടമാക്കരുതേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ നിത്യത, പ്രൈസ് ദി ലോർഡ്, അതെ, നാം തന്നെ നിർണയിക്കണം എങ്ങനെ ജീവിക്കണമെന്ന്. നമ്മുടെ അരുമനാഥന്റെ വരവിനായി നാം ഓരോരുത്തരും കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, ഈ മഹോദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരേ ഒരു വഴി, പ്രൈസ് ദി ലോർഡ്, നസറേയനായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ നിര്യാത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. നിര്യാത നാഴികയിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവിന്റെ വരവിനോ അല്ലെങ്കിൽ കർത്താവെ അല്പം കൂടെ ഒന്ന് താമസിക്കണമേ, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടെ ചെയ്തു തീർക്കാനുണ്ടപ്പ എന്ന് പറയുവാൻ കഴിയുമോ സഹോദരങ്ങളെ? പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ എൻ്റെ പൈതല്, എൻ്റെ മൂത്ത മകൻ, അവന് ഏതാണ്ട് +1 പഠിക്കുമ്പോഴാണ്, ദൈവമക്കളെ, എൻ്റെ ഡാഡി മരണത്തോട് അടുത്ത് കിടക്കുകയെങ്കിലും സംസാരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ എൻ്റെ മകന് അത്രയ്ക്കും അവന് നോളജ് ഇല്ല, അറിവില്ല. പക്ഷെ അവൻ പോയി എൻ്റെ ഡാഡിയോട് പറയുക, ഇങ്ങനെ പറഞ്ഞു, അപ്പച്ച, ഈ വരുന്ന മാർച്ച് വരെയെങ്കിലും അപ്പച്ചൻ മരിക്കാതിരിക്കണേ. നോക്കണമേ ദൈവമക്കളെ, എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ പറയാം, അപ്പച്ചൻ ഈ വരുന്ന മാർച്ച് 30 വരെയെങ്കിലും അപ്പച്ചൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം, അതിന് ശേഷമേ അപ്പച്ചൻ എന്തെങ്കിലും ചെയ്യാവൂ. എന്നാ മോനെ ചോദിച്ചപ്പോൾ അവൻ പറയാം, എനിക്ക് ലീവ് കിട്ടുന്ന അത് കഴിഞ്ഞ് കിട്ടത്തുള്ളൂ, നോക്കണേ ദൈവമക്കളെ എന്ന് പറഞ്ഞവൾ. ഈ ലോകത്തിലെ അപ്പച്ചന്മാരോട് അമ്മച്ചിമാരോട് നമുക്ക് പറയാം. പക്ഷേ ഹല്ലേലൂയ, നമ്മുടെ അരുമനാഥനോട്, കർത്താവെ അല്പം കൂടെ ഒന്ന് താമസിക്കണേ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു തീർക്കാനുണ്ടെന്ന സഹോദരങ്ങളെ നിങ്ങൾക്ക് പറയുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സന്ദർഭം, ഇതാണ് സുപ്രസാദ കാലം. ഈ രക്ഷയെ നഷ്ടപ്പെടുത്തരുതേ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മഹോദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരേ വഴി നസറേയനായ യേശു ക്രിസ്തു മാത്രമാണ്. യേശുവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചുകൊണ്ട് യേശുവിനായി ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായും കർത്താവിനോട് കൂടെ നമുക്ക് പോകുവാൻ കഴിയും. പ്രവൃത്തി 4:12 വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശുവിന്റെ നാമമല്ലാതെ ഭൂമിയിൽ നമ്മെ രക്ഷിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, മാനവജാതിയെ രക്ഷിക്കുവാൻ യേശുവിനല്ലാതെ, യേശുവിന്റെ നാമത്തിനല്ലാതെ മറ്റൊരു ശക്തിക്കും കഴിയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവിനെ അറിയാത്തവരുടെ ചരിത്രം അല്ലെങ്കിൽ കർത്താവിനെ അറിയാത്തവരുടെ ഗതി എന്താണെന്ന് അറിയാമോ? ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയുമാണ് അന്തിക്രിസ്തുവിന്റെ അനുയായികളുടെ അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയുമാണ്. ദൈവമക്കളെ, അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് പോകണമോ? വേണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അരുമനാഥൻ വളരെ ഭംഗിയായിട്ട്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് വേണ്ടി ഒരു നല്ല രാജ്യത്തെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തിന്റെ അവകാശികളായി തീരുവാനാ നാം ഒരുങ്ങേണ്ടുന്നത്. ജീവിക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മണവാളന്റെ വരവ് സമീപമാണ്. നല്ല ആ മണവാളനെ വരവേൽക്കുവാൻ വേണ്ടി നാം എല്ലാവരും ഒരുങ്ങണം, ഉണരണമെന്നാണ് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. മത്തായി 24 നാം വായിക്കുന്നത് പോലെ ജാതി ജാതിയോട് എതിർക്കും, രാഷ്ട്രം രാഷ്ട്രത്തോട് എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെയായി ഉണ്ടാകും, യുദ്ധവും യുദ്ധശ്രുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നേക്ക് ദേശത്തിന് വിവിധ ഭാഗങ്ങളിലായി എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ ദേശങ്ങളിൽ ഇന്നേക്ക് ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകുന്നില്ലേ? അടിക്കടി ക്ഷാമം ഉണ്ടാകും. അസാമിൽ എൻ്റെ സിസ്റ്റർ അവിടെയാണ് താമസിക്കുന്നത്. ദൈവമക്കളെ, അവർ പലപ്പോഴും പറയാറുണ്ട്, അടിക്കടി അവിടെ ഭൂകമ്പം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. വീട്ടിനകത്തിരിക്കുമ്പോഴും വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടുങ്ങും, ശബ്ദമുണ്ടാക്കും. അവർ ഭയന്ന് നടുങ്ങിയാണ് പലപ്പോഴും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇതാണ് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്, അപ്പാടെ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനിഷ്ട സംഭവങ്ങൾ ഇന്നേക്ക് ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ദൈവം നമുക്ക് ദാനമായി തരുന്നു എങ്കിൽ, ഓരോ ദിവസവും പ്രിയരേ നമുക്ക് ഹല്ലേലൂയ ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കരുണ മാത്രമാണ്. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. നമ്മളുടെ പുണ്യ പ്രവൃത്തികളോ, നമ്മളുടെ നീതി പ്രവൃത്തികളോ, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളോ, സൽപ്രവൃത്തികളോ ഒന്നും കണ്ടുകൊണ്ടല്ല.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ചിലരൊക്കെ പറയും, ഓ ഞാൻ അറിഞ്ഞ ഒരു പാപവും ചെയ്യാറില്ല, ഒരു തെറ്റും ഞാൻ ചെയ്യത്തില്ല. എൻ്റെ പൊന്ന് ദൈവമക്കളെ, ഞാനൊരു കാര്യം വ്യക്തമായി പറയട്ടെ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ 1 നമ്പർ പാപിയാണെന്ന് ഓർത്തോണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആള്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്വയം നാം നല്ലവരെന്ന് ഒരിക്കലും നമ്മളെ കുറിച്ച് പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധി നമ്മളെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കണം. പാപിനിയായിരുന്ന ആ സ്ത്രീ പ്രൈസ് ദി ലോർഡ് യേശുവിന്റെ അരികിലേക്ക് വന്നപ്പോൾ, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇല്ലാത്തവർ ഇവളെ കല്ലെറിയാൻ പറഞ്ഞപ്പോൾ എത്ര പേര് അവിടെ ഉണ്ടായിരുന്നത്? പ്രൈസ് ദി ലോർഡ്. കർത്താവ് കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരുന്നു. പക്ഷേ കർത്താവ് തലനിവർന്നപ്പോൾ ഒരാളെങ്കിലും അവിടെ കാണാൻ കഴിഞ്ഞോ? ഹല്ലേലൂയ. ആകയാൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ സന്നിധിയിൽ ഏത് നേരവും നാം ഹല്ലേലൂയ താഴ്മയുള്ളവരായിരിക്കണം, താഴ്മ ധരിച്ചവരായി മാറണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ മറ്റൊരുത്തരിലും രക്ഷയില്ല. ഈ ലോകത്തിലെ വാഗ്ദാനങ്ങളൊന്നും നമ്മളെ ഹല്ലേലൂയ ഒരു നിത്യതയിലേക്ക് എത്തിക്കില്ല പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാ വെറും വാക്കുകൾ മാത്രമാണ്. അതൊക്കെ ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി പറയുന്ന, താൽക്കാലിക ജീവിതത്തിന് വേണ്ടി പറയുന്നത്. എന്നാൽ ഹല്ലേലൂയ എന്നേക്കുമായി നിലനിൽക്കുന്നത് ഒന്നേ ഒന്ന്, നാസറേയനായ യേശു. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. നോഹ പ്രസംഗിച്ചു, പക്ഷേ ആരും ആ പ്രസംഗം കേട്ടില്ല, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോഹയുടെ പ്രസംഗം ആരും കേട്ടില്ല. പക്ഷേ നോഹ ഉണ്ടാക്കിയ ആ പെട്ടകത്തിന്റെ വാതിൽ ഹല്ലേലൂയ യഹോവയായ ദൈവം അടച്ചു കളഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യഹോവയായ ദൈവം അതിന്റെ ഡോർ ക്ലോസ് ചെയ്തു. പിന്നീട് ഓരോരുത്തർക്കും ഹല്ലേലൂയ ഒരു സാങ്ക്ഷനും ഉണ്ടാവുകയില്ല. അത് തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, നാം ഒരുങ്ങി ഉണർന്ന കർത്താവിന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതാ സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. പ്രൈസ് ദി ലോർഡ്. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, അവന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. അവന്റെ വരവിനായി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്നു. ആ വരവിനായി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം, ഉണരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്ന പോലെ ജഡത്തിന്റെ പ്രവൃത്തികൾ ഒന്നും തന്നെ പിന്തുടരാതെ ഹല്ലേലൂയ ദൈവമക്കളെ വിശുദ്ധിയോടും വേർപാടോടും കൂടി ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമമിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ജീവിക്കുന്ന ദൈവമക്കളെ, നാം ഓരോരുത്തരും സന്തോഷത്തോടുകൂടി കർത്താവിനെ വരവേറ്റുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറണം. നാം ജീവിച്ചാൽ പോരാ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതിൽ ലജ്ജ കൂടാതെ സുവിശേഷം പറയണം. എൻ്റെ യേശു കർത്താവ് വരാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു ദിവസം നമ്മൾ എത്ര പേർക്ക് ഹല്ലേലൂയ മെസ്സഞ്ചറിലാണെങ്കിലും ശരി, വാട്സപ്പിലാണെങ്കിലും ശരി, നമ്മൾ എത്രയോ പേരോട് നമ്മൾ ചാറ്റിങ് ചെയ്യുന്നില്ലേ? എത്രയോ പേർക്ക് ഫോൺ കോൾ ചെയ്യുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ മെസ്സഞ്ചറിലൊക്കെ കയറി ഇരുന്ന് ചുമ്മാ കുത്തിയിരുന്ന് നീ കഴിച്ചോ, ഞാൻ കുടിച്ചു, അല്ലെങ്കിൽ നീ ഇപ്പൊ എവിടെയാ, നീ ഉറങ്ങിയോ, എന്തിനാ വല്ലവന്റെ ഭാര്യമാർ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? എന്തിനാ ഇങ്ങനെ നേരം കളയുന്നേ? അവൾ ഉറങ്ങിയ നിനക്കെന്താ? ഉറങ്ങിയില്ലേ നിനക്കെന്താ? നിനക്കെന്താത്തിന് കുഴപ്പമോ? ഇതിനൊക്കെ വല്ല വേറെ എന്തോ പ്രശ്നമാണ് ഇതൊക്കെ. പക്ഷേ അവനവന്റെ ഭാര്യമാർ, അവനവന്റെ കുഞ്ഞുങ്ങൾ, അവനവന്റെ കുടുംബം ഇതേ മാത്രം നോക്കിക്കൊണ്ട് നീ മറ്റുള്ളവർക്ക് ചാറ്റ് ചെയ്യുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് സൂൺ നീ പറ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് ശീഘ്രമായി വരാൻ പോകുന്നു എന്ന് പറ. ഇത് ചാറ്റ് ചെയ്യ്, 100 പേർക്ക് പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദിവസം നിനക്ക് ലഭിക്കുന്ന 24 മണിക്കൂറിൽ നീ കർത്താവിന് വേണ്ടി എത്ര മണിക്കൂറാണ് നീ ചെലവഴിക്കുന്നേ? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാവിലെ സമയം നമ്മുടെ വാട്സപ്പിൽ എത്ര പേരുണ്ട്? നമുക്ക് ഒരു പറയുകയാണെങ്കിൽ ഒരു വാട്സപ്പിൽ എങ്ങനെയായാലും കുറഞ്ഞത് 200 മേലെ ആൾക്കാരില്ലേ? പ്രൈസ് ദി ലോർഡ്. എത്രയോ പേര് പ്രൈവറ്റായിട്ട് സ്വന്തമായിട്ട് ഓരോരുത്തരുടെ ഇൻബോക്സിൽ പോയി ചാറ്റ് ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആ ചാറ്റ് ചെയ്യുന്ന സമയമൊക്കെ പ്രൈസ് ദി ലോർഡ് നമ്മുടെ കർത്താവ് വരാറായില്ലേ എന്ന ഒരു വാക്ക് പറഞ്ഞുകൂടെ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നിർമ്മലമായ ഒരു ഹൃദയമാണ് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവം പ്രവർത്തിക്കുവാൻ നിർമ്മലമായ ഒരു ഹൃദയമാണ് ആവശ്യം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഹൃദയത്തിനകത്ത് കയറ്റി വെച്ചിട്ട് പ്രൈസ് ദി ലോർഡ് ദൈവ പൈതലെ, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് എവിടെ നിന്ന് മറുപടി ലഭിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ട സമയങ്ങൾ മുഴുവൻ ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങളെ പറയുക, സംസാരിക്കുക, സമയങ്ങളെ വേർതിരിക്കുക.
എന്നാൽ നീ അതിനുശേഷം വന്ന് മുട്ടുമടക്കി നല്ലവളായിട്ട് വന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടോ? ആര് കേൾക്കാനാ പ്രാർത്ഥന? പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ഈ ലോകത്തെ നിനക്ക് കളിപ്പിക്കാം, ലോകത്തിന് മുമ്പിൽ നീ നല്ലവനായിരിക്കാം, നല്ല ഒരു അപ്പനാ, ഓ എന്ത് നല്ല അപ്പനാ, നല്ല ഭാര്യ, സുന്ദരിയായ ഭാര്യ. ഇതുപോലെ ഭാര്യമാരെ കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. പകൽ മുഴുവൻ കണ്ടവരുമായിട്ട് ചാറ്റിങ് ചെയ്ത് നേരം കളയും. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ രാത്രി കിടന്നുറങ്ങേണ്ട സമയത്ത് ഉറങ്ങത്തില്ല. 1 മണിയായാലും 2 മണിയായാലും കുത്തിയിരിക്കുക. എന്നെ കാണാനാണെന്നാണ് നീ ചോദിക്കുന്നേ, എന്തിനാ ഇങ്ങനെ നേരം കളയുന്നേ? ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്ന നിങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നും, പക്ഷേ ഹൃദയത്തിന്റെ ആഴത്തിൽ എത്ര മുറിവുകൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം. എത്രയോ ദൈവദാസന്മാര്, എത്രയോ പേർ അനാവശ്യമായ സമയങ്ങൾ ചെലവഴിക്കുന്നവരെ എനിക്കറിയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവ് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. കൈവിടപ്പെട്ടു പോകും ദൈവദാസനെ, കൈവിടപ്പെട്ടു പോകും ദൈവദാസിയെ, കൈവിടപ്പെട്ടു പോകും സഹോദരാ, നീ കൈവിടപ്പെട്ടു പോകും. സഹോദരി, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നീ വലിച്ചെറിയപ്പെടും. Glory to God. Hallelujah. Praise the Lord. അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്നു. ഇനി സമയങ്ങൾ ഏറെ ഇല്ല. ഹല്ലേലൂയ. നിനക്ക് ഒരുങ്ങുവാൻ പോലുമുള്ള സമയം ഇല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ആ കർത്താവിന്റെ നാൾ വന്നില്ലേ, ആ വരവിനായി ഹല്ലേലൂയ വിശുദ്ധിയോട് വേർപാടോട് കൂടി ജീവിക്കുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ മക്കളെ, ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും തള്ളപ്പെട്ടു പോകരുത്. കർത്താവ് പറയും, നിന്നെ ഞാൻ അറിയുന്നേ ഇല്ല എന്ന്. അത്രയും തന്നെ കർത്താവ് സംസാരിക്കുമോ അവിടെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ജീവ പുസ്തകത്തിൽ പേരുണ്ടോ എന്ന് ലിസ്റ്റ് നോക്കും ദൂതന്മാർ. അവിടെ നിന്റെ പേരില്ല എങ്കിൽ നോ ചാൻസ്, തള്ളിവിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെ ഞാൻ അറിയുന്നില്ല, അത്രേ ഉള്ളൂ. അവിടെ ചെന്ന് നിന്നോണ്ട് ഞാൻ ഉപവാസം എല്ലാം എടുക്കുമായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസമായിരുന്നു, എല്ലാ ചൊവ്വാഴ്ചയും ഉപവാസമായിരുന്നു, എല്ലാ ഞായറാഴ്ചയും ഞാൻ ആരാധനയ്ക്ക് പോകുമായിരുന്നു, പാവങ്ങൾക്ക് ഞാൻ കൊടുക്കുമായിരുന്നു, സഭകൾക്ക് ഞാൻ ദാനധർമ്മം ചെയ്തു, സഭകൾക്ക് നിറയെ കോൺട്രിബ്യൂഷൻ ചെയ്ത ആളാണെന്നൊക്കെ പറഞ്ഞ ആരോട് പറയാൻ? ആരാ നിന്റെ നീ പറയുന്നത് കേൾക്കുന്നേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊന്നും അവിടെ കേൾക്കാനുള്ള സമയമില്ല. ഞാനുള്ളത് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് ഹിതമുള്ള കാര്യങ്ങൾ ചെയ്യുക, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളെ ചെയ്യുക, ദൈവത്തിന്റെ മകളായി ജീവിക്കുവാൻ. സഹോദര സഹോദരി, നീ ഒരുങ്ങണമേ. പ്രൈസ് ദി ലോർഡ്. കാഹളത്തിന്റെ ശബ്ദം കേൾക്കുന്ന സമയം അതേ ബഹുശീഘ്രമായി ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ സുവിശേഷം പറ ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷം നീ വെളിയിൽ പോയാൽ മതി. ഭവനത്തിലുള്ളവർ രക്ഷയുടെ മാർഗത്തിലേക്ക് വരട്ടെ, അതിനുശേഷം നീ വെളിയിലോട്ട് പോ. ഫസ്റ്റ് കുടുംബത്തോടെ ഒന്നിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ചേർന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പാടുവാൻ, ആരാധിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, അങ്ങനെ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ നിന്നെ എന്തിനു സുവിശേഷം കൊണ്ടിറങ്ങാനാ? ദയവ് ചെയ്ത് വെളിയിലോട്ടുള്ള നിർത്തിയിട്ട് ഭവനത്തിലുള്ളത് ശരിയാക്കി അതിനുശേഷം നീ വെളിയിലേക്ക് പോ, കുടുംബത്തോടെ പോ. കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്ന നാളുകളിൽ പ്രൈസ് ദി ലോർഡ് ജീവിക്കുന്ന ദൈവ പൈതലേ, നാം ഓരോരുത്തരും അതിനായി ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പൊന്ന സിസ്റ്ററെ, ഇതൊക്കെ മതി. ഇതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഇത് തെറ്റായി തോന്നുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, അപ്പാ ഫേസ്ബുക്കിൽ ഞാൻ എന്താണ് സംസാരിക്കേണ്ടുന്നത്? ഹല്ലേലൂയ. അനേക വിഷയങ്ങൾ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ സംസാരിച്ച കാര്യങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യുവാൻ ഇടയായത്. എൻ്റെ റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലുള്ള എല്ലാ സഹോദരങ്ങളും കർത്താവിനെ ആരാധിക്കുന്നവരായി മാറട്ടെ. നിത്യം ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരായി തീരട്ടെ. അനേകർ വചനം കേൾക്കുന്നവരായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളായി വ്യക്തി ജീവിതങ്ങളെ കർത്താവിലേക്ക് അടുത്ത് കൊണ്ടുവരുവാൻ, കർത്താവിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ തക്കോണം ദൈവം നമ്മിലൂടെ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ തക്കോണം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമമിടാൻ പോവുകയാണ്. ദൈവമക്കളെ, ഒരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ മണവാളന്റെ വരവ് സമീപമായി. കാന്തയേ, ഒരുങ്ങിക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമായ കർത്താവ്, ഞങ്ങൾ കേട്ടതായ വചനങ്ങൾ
അപ്പാ ഞങ്ങളുടെ ഹൃദയത്തിൽ അധികമായി ശ്രദ്ധയോടുകൂടി കരുതിക്കൊള്ളുവാൻ കർത്താവ് സഹായിക്കണം. അങ്ങയുടെ വരവിനായി കാത്തിരിക്കുന്നവരായി തീരുവാൻ അപ്പാ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ കാൽവരിയുടെ ഉന്നതങ്ങളിൽ കൈകാലുകളെ വിരിച്ചവൻ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നത് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരായി, വിശുദ്ധിയോട് വേർപാടോടുകൂടി ജീവിക്കുന്നവരായി തീരുവാൻ അപ്പാ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വലിയ കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് നൽകിത്തരുന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ പുത്തൻ പുതിയ അഭിഷേകത്തിനായി സ്തോത്രം. അനേകരോട് സുവിശേഷം അറിയിക്കുവാൻ തക്കോണം ദൈവം ഞങ്ങളെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ഞങ്ങളുടെ ഈ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിനായി, ഞങ്ങളുടെ റോസ് ഫാമിലിയുടെ പേജിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിൽ രണ്ടിലും ആയിരിക്കുന്ന ദൈവദാസി ദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് ഇത്രയും സമയം വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. കേൾവിക്കാർക്കായി സ്തോത്രം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകളെ കൊണ്ട് കർത്താവ് നിറച്ചാട്ടെ. സകലത് ഞങ്ങൾക്കായി ജീവന വെടിഞ്ഞ അരുമരക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളോട് എനിക്ക് 1-2 കാര്യങ്ങൾ സംസാരിക്കുവാനുള്ളത്. ദൈവമക്കളെ, റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജ് മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട് എന്നത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 24 അവേഴ്സും പ്രാർത്ഥിക്കുന്ന ഒരു വാട്സപ്പ് ഓൺലൈൻ പ്രയർ ഗ്രൂപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതിൽ ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്നതാണ്. അതിലെ കർത്താവിൻ്റെ ദാസന്മാർ എന്ത് നേരവും ഏത് നേരത്തിലും പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്ന വിഷയങ്ങളെ ഓർത്ത് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അനേകരുടെ അനുഭവ സാക്ഷ്യങ്ങളും ഉണ്ടാകുന്നു. ഇന്ത്യക്ക് പുറത്തും അകത്തുമുള്ള അനേക ദാസന്മാർ അതിലുണ്ട് എന്നതും അറിയിക്കുന്നു. ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവർ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു തുറകളിലൂടെ നിങ്ങൾ നിരാശരായി, ദുഃഖിതരായി, വേദനപ്പെടുന്നവരായി, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, നിന്ദകൾ, അപമാനങ്ങളിലൂടെ കടന്നു പോകുന്നവർ ആരെങ്കിലും അടിയന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ റോസ് ഫാമിലിയിൽ ഒരു നമ്പർ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ നമ്പർ നിങ്ങൾ എടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്പറിൽ വിളിച്ചാൽ നിശ്ചയമായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളോട് ഷെയർ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഹല്ലേലൂയ. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമക്കളെ, കർത്താവിന്റെ വരവ് സമീപമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവിനായി വിശുദ്ധിയോട് വേർപാടോടുകൂടി നമുക്ക് കാണപ്പെടുവാൻ, നമുക്ക് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്കൊരു വിരാമമിടുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.